എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ഓംലെറ്റ് റെസിപ്പിയാണ്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണിക്ക് നല്ലൊരു കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നിത്യേന നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന മുട്ട ഓംലെറ്റ് ഒക്കെ ഒന്ന് മാറ്റിവെച്ചതിന് ശേഷം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഹെൽത്തി ഓംലേറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാബേജിന്റെ ഈ ഒരു പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാബേജിന്റെ മുൻവശം ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. മുൻവശം കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന്റെ നടുഭാഗത്തായിട്ട് നമുക്കൊരു ഹോള് കൂടി കിട്ടുന്നത്. ഹോള് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഉൾഭാഗത്ത് നിന്നും കുറച്ച് ലീഫ് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കിതിന്റെ ഉൾഭാഗത്ത് നിന്നും കുറേശ്ശെ പീസുകൾ എടുത്തൊന്ന് മാറ്റാവുന്നതാണ്. അധികം കട്ടിയായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഓംലേറ്റ് നമുക്ക് വേഗാതെ പോകുന്നതാണ്. ഞാനിപ്പോ ഇത്രയും ഭാഗം ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായി കട്ട് ചെയ്തത് നമുക്ക് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ അളവില് ചതച്ച മുളക് കൂടി ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അളവില് പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട നല്ലപോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജ് കുറച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയും കൂടെ വെക്കാം. ഇനി ഒരു പാത്രത്തില് കുറച്ച് ഉപ്പ് എടുക്കാം. ഇനി പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജ് ഒന്ന് മുക്കി വെക്കാം. 1 മിനിറ്റ് നേരം ക്യാബേജ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കളഞ്ഞ് ക്യാബേജ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ക്യാബേജ് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നടുഭാഗത്തേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ക്യാബേജിന്റെ എല്ലാ ഭാഗത്തേക്കും മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. 1 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ അരികു ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട മറ്റൊരു പാനിലേക്ക് മാറ്റാവുന്നതാണ്. വീണ്ടും നമുക്കൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ താഴെ ഭാഗവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ക്യാബേജ് എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കും ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ തീരുമാനിക്കുന്നവർക്കും ഈ ഒരു റെസിപ്പി വളരെ തന്നെ പ്രയോജനകരമാണ്. എണ്ണയുടെ ഉപയോഗം വളരെ കുറക്കുന്ന ആൾക്കാർ ആവിയിൽ വേവിച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എയർ ഫ്രയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പൊരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചൂടാറി വന്ന മുട്ട നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.